Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്ത. UDF പയ്യന്നൂർ മുനിസിപ്പൽ കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു. AICC പ്രവർത്തക സമിതി അംഗം കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്ത് കലകളെയും കലാരംഗത്തുള്ളവരെയും പ്രോത്സാഹിപ്പിക്കാൻ ഇത്ര വലിയ ആൾക്കൂട്ടം ആദ്യമായാണ് കാണുന്നതെന്ന് സിനിമാ താരം ഉർവശി അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ മാണിയാട്ട് കോറസ് കലാസമിതി ഏർപ്പെടുത്തിയ സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു ഉർവശി. കണ്ണപുരം പഞ്ചായത്തിൽ LDFന് ശക്തമായ മുന്നേറ്റം. എതിർ സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയതിനെ തുടർന്ന് കണ്ണപുരത്ത് 2 LDF സ്ഥാനാർത്ഥികൾ കൂടി എതിരില്ലാതെ വിജയിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ പടന്നാപ്പുറത്ത് ഞായറാഴ്ച രാത്രി വീശിയടിച്ച കാറ്റിലും മഴയിലും വീടിനും കൃഷിക്കും വൻ നാശനഷ്ടം. അധികൃതർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. വാർത്തകൾ വിശദമായി. UDF പയ്യന്നൂർ മുനിസിപ്പൽ കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു. AICC പ്രവർത്തക സമിതി അംഗം കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. മുമ്പ് ഞാനിവിടെ വന്നിട്ട് പ്രസംഗിച്ചിട്ട് പോയിരുന്നു. ഈ ഇവിടുത്തെ നഗരസഭ എന്താ ഇവിടെ ചെയ്തെന്ന് എനിക്കറിയില്ല. ഒന്നുകിൽ ഒരു റോഡിൽ എന്തുണ്ടാക്കി കഴിഞ്ഞ 5 വർഷത്തിലിടക്ക് ഈ ഇവിടുത്തെ നഗരസഭ എന്താണ് ഈ പയ്യന്നൂർ നഗരസഭക്കകത്ത് ഒരു വികസന പ്രവർത്തനം നടത്തിയത് എന്ന് നാളെ മൈക്ക് വെച്ച് പറയാൻ തട്ടലുണ്ടെങ്കിൽ എൻ്റെ CPM ആളുകൾ തയ്യാറല്ല. എന്തെങ്കിലും വന്നോ പുതിയതായിട്ട് വന്നു ഒരു ഏറ്റവും കയറിയ റോഡായി റോഡ്. ആ റോഡിൻ്റെ അകത്ത് ആളുകൾക്ക് നടന്നു പോകാൻ ഒരു പ്ലാറ്റ്ഫോം അതുപോലും ഉണ്ടാക്കാൻ ഒരു ഗ്രില്ലിട്ടൊരു പ്ലാറ്റ്ഫോം എവിടെയുണ്ട്? ബസ്സും വാഹനം ഞാനിപ്പോൾ വന്നാൽ കാവണിപ്പുറം പുറത്ത് വാഹനത്തിൻ്റെ പുറകിൽ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നത്. ഇത്രയും ജാം പാക്കഡായ, ഇത്രയും വൃത്തികെട്ട, ഇത്രയും പുരോഗതിയുടെ ഒരു അംശം ഇതിനിവിടെ വാരി വിതറാൻ സാധിക്കാത്ത കഴിവുകെട്ട ഒരു ഭരണകൂടമാണ് 5 വർഷക്കാലത്തെ ഈ നഗരസഭ ഭരിച്ചത് എന്ന് 5 വർഷത്തിന് മുമ്പ് പയ്യന്നൂർ കണ്ട ആളുകൾ ആവർത്തിച്ച് പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കേരളത്തിന്റെ ഇന്നത്തെ വികസനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ വികസനമാണെന്ന് കെ സുധാകരൻ ആരോപിച്ചു. 2026 കേരളത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്രത്യക്ഷമാകും. കമ്മ്യൂണിസം എന്നത് ഈ പാർട്ടിയിൽ ഇപ്പോഴില്ലെന്നും കെ സുധാകരൻ വിമർശിച്ചു. പണത്തിന്റെ കരുത്തിലാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി. UDF ചെയർമാൻ A. രൂപേഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MK രാജൻ, AP നാരായണൻ, രജിത് നാറാത്ത്, മുഹമ്മദ് കടവത്തൂർ, KT സാദുള്ള, P. ലളിത ടീച്ചർ, K. ജയരാജ്, B. സജിത് ലാൽ, KV കൃഷ്ണൻ, SA ഷുക്കൂർ ഹാജി, KK സുരേഷ്, KK ഫൽഗുനൻ, VK ഷാഫി, MK ഷമീമ, KK അഷ്റഫ്, പിലാക്കൽ അശോകൻ, KT ഹരീഷ്, നവനീത് നാരായണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പുതിയ കാലത്ത് കലകളെയും കലാരംഗത്തുള്ളവരെയും പ്രോത്സാഹിപ്പിക്കാൻ ഇത്ര വലിയ ആൾക്കൂട്ടം ആദ്യമായാണ് കാണുന്നതെന്ന് സിനിമാ താരം ഉർവശി അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ മാണിയാട്ട് കോറസ് കലാസമിതി ഏർപ്പെടുത്തിയ സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു ഉർവശി. നാടകോത്സവം സമാപന സമ്മേളനം മുൻമന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ഉപാധ്യക്ഷൻ K. മോഹനൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നടി ഉർവശിക്ക് സമ്മാനിച്ചു. അതൊക്കെ ഒരു ഭാഗ്യം, എൻ്റെ ഭാഗ്യം എന്ന് വേണം വിചാരിക്കാൻ. കാരണം ഇത്രയും നല്ലൊരു ഒരു പ്രിയങ്കരായ ജനങ്ങളെ ഞാൻ മിസ് ചെയ്ത് പോകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് എന്നും ഇങ്ങനെ നിലനിൽക്കണം. നിങ്ങളുടെയൊക്കെ സ്നേഹം, ഞങ്ങളെപ്പോലെ സിനിമയിൽ നിന്ന് വരുന്ന ഓരോരുത്തരും ഈ നാടിനെ ആദരിക്കണം. രാജ്മോഹൻ നീലേശ്വരം നാടക വിജയികളെ പ്രഖ്യാപിച്ചു.
സിനിമാ താരം വിജയരാഘവൻ, സംവിധായകൻ ജോണി ആന്റണി, നടന്മാരായ രമേശൻ, പി കുഞ്ഞികൃഷ്ണൻ, KU മനോജ്, സംഘാടക സമിതി ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ, ജനറൽ കൺവീനർ TV ബാലൻ, പ്രദീപ് കുമാർ രാമപുരത്ത്, MV കോമൻ നമ്പ്യാർ, ഷിജോയ് മാണിയാട്ട്, ആനക്കെ ബാലകൃഷ്ണൻ, അരവിന്ദൻ മാണിക്കോത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കലാമണ്ഡലം നന്ദനിയുടെയും പ്രതീക്ഷയുടെയും സെമി ക്ലാസിക്കൽ നൃത്തം, അധീന നാടൻ കലാകേന്ദ്രത്തിന്റെ നാടൻപാട്ട് എന്നിവ അരങ്ങേറി. സമാപന ദിവസമെത്തിയ ആയിരങ്ങൾക്ക് സമൂഹ സദ്യ നൽകി. സമാപന ചടങ്ങിനെത്തിയ വിശിഷ്ടാതിഥികളെ മാണിയാട്ട് ഗ്രാമത്തിൽ തുറന്ന വാഹനത്തിൽ ആനയിച്ചു. ഇത്തവണ 9 മത്സര നാടകങ്ങളാണ് അരങ്ങിലെത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജനകീയ സംഘാടനത്തിന്റെ മികവിൽ തൃക്കരിപ്പൂർ മാണിയാട്ട് നാടകാചാര്യൻ NN പിള്ളയുടെ നാമധേയത്തിൽ നടന്നുവന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം സമാപിച്ചപ്പോൾ എടുത്തു പറയേണ്ടത് നാടകകലയുടെ അവതരണത്തിനായി ഒരു ഗ്രാമത്തിന്റെ ഐക്യപ്പെടലാണ്. മാസങ്ങളായുള്ള ഒരുക്കത്തിന്റെയും സഹനത്തിന്റെയും അടയാളങ്ങളാവുകയാണ് ഇവിടുത്തെ സംഘാടനം. സംസ്ഥാനത്തെ മികച്ച നാടക സംഘങ്ങളെ ക്ഷണിച്ച പ്രൊഫഷണൽ നാടക മത്സരം അരങ്ങിലെത്തിക്കുന്നതിൽ ചെറുതും വലുതുമായ 100 കണക്കിന് കലാസ്നേഹികളുടെ കൂട്ടായ പ്രവർത്തനങ്ങളാണുള്ളത്. സംസ്ഥാനത്ത് തന്നെ അപൂർവമായി നടന്നുവരുന്ന പ്രൊഫഷണൽ നാടക മത്സരം എന്ന ഖ്യാതി മാണിയാട്ട് കോറസ് കലാസമിതി ആതിഥേയത്വം വഹിക്കുന്ന നാടകാചാര്യൻ NN പിള്ളയുടെ നാമധേയത്തിലുള്ള മേളയ്ക്കുണ്ട്. ഉദിനൂർ ബാലഗോപാലൻ ചെയർമാനും TV ബാലൻ ജനറൽ കൺവീനറുമായ സംഘാടക സമിതിയാണ് നാടക മത്സരത്തിന്റെ നടത്തിപ്പിന് ചുക്കാൻ പിടിച്ചത്. 12ാമത് വർഷമായി ഇത്തവണ വ്യത്യസ്തങ്ങളായ 9 പ്രൊഫഷണൽ നാടകങ്ങളാണ് മത്സരത്തിനെത്തിയത്. തിരുവനന്തപുരം അജന്തയുടെ വംശം മികച്ച നാടകമായി തിരഞ്ഞെടുത്തു. തിരുവനന്തപുരം സൗപർണികയുടെ താഴ്വാരം മികച്ച 2ാമത്തെ നാടകമായി. ഗ്യാലപ്പോളിലൂടെ ജനപ്രിയ നാടകമായി തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി തിരഞ്ഞെടുത്തു. മികച്ച നടനായി തിരുവനന്തപുരം സൗപർണികയുടെ താഴ്വാരത്തിലെ റഷീദ് മുഹമ്മദിനെയും മികച്ച നടിയായി സുകുമാരി എന്ന നാടകത്തിലെ കലാമണ്ഡലം സന്ധ്യയെയും തിരഞ്ഞെടുത്തു. മികച്ച സംവിധായകനായി സുരേഷ് ദിവാകരൻ വംശം, മികച്ച നാടകരചന പ്രദീപ് കാവുന്തറ സുകുമാരി, മികച്ച ദീപനിയന്ത്രണം റിജി പാപ്പനങ്കോട് വംശം, മികച്ച ഹാസ്യനടൻ നൂറനാട് പ്രദീപ് അങ്ങാടിക്കുരുവികൾ, മികച്ച 2ാമത്തെ നടൻ അനിൽ ചെങ്ങന്നൂർ വംശം, മികച്ച 2ാമത്തെ നടി ഗ്രീഷ്മ ഉദയൻ താഴ്വാരം തുടങ്ങി നിരവധി അവാർഡുകൾ വിതരണം ചെയ്തു. സുനിൽ മാള, രാജ്മോഹൻ നീലേശ്വരം, വെൺകുളം ജയകുമാർ എന്നിവരാണ് വിധികർത്താക്കളായിരുന്നത്. ഞായറാഴ്ച രാത്രി ആയിരങ്ങൾക്ക് സംഘാടകർ സമൂഹസദ്യ വിളമ്പിയാണ് നാടകഗ്രാമത്തിലെ നാടക ഉത്സവത്തിന് സമാപനമായത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണപുരം പഞ്ചായത്തിൽ LDF-ന് ശക്തമായ മുന്നേറ്റം. എതിർ സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയതിനെ തുടർന്ന് കണ്ണപുരത്ത് 2 LDF സ്ഥാനാർത്ഥികൾ കൂടി എതിരില്ലാതെ വിജയിച്ചു. 1ാം വാർഡിൽ ഉഷാമോഹനും 8ാം വാർഡിൽ TE മോഹനും വിജയികളായി. ഇതോടെ പഞ്ചായത്തിലെ 15 സീറ്റുകളിൽ 6 സീറ്റുകൾ LDF-ന്റെ കൈവശമായി. ഇടതുകോട്ടയായി അറിയപ്പെടുന്ന കണ്ണപുരം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ചുവന്നിരിക്കുകയാണിപ്പോൾ. 8ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയുടെയും 1ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയുടെയും പത്രിക തള്ളപ്പെട്ടതോടെയാണ് 2 വാർഡുകളിലും LDF-ന് എതിരില്ലാതെ വിജയം ലഭിച്ചത്. തൃക്കോത്ത് മേഖലയിലെ വാർഡ് 10-ൽ UDF സ്ഥാനാർത്ഥി NA ഗ്രേസിയുടെ പത്രിക തള്ളിയതിനെ തുടർന്ന് LDF സ്ഥാനാർത്ഥി പ്രേമ സുരേന്ദ്രൻ വിജയം ഉറപ്പിച്ചു. കൂടാതെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക പിൻവലിച്ചതോടെ 3ാം വാർഡിൽ LDF-ന്റെ സജിന കെവിയും എതിരില്ലാതെ വിജയിച്ചു. വാർഡ് 13-ൽ P രീതി, വാർഡ് 14-ൽ രേഷ്മ PV എന്നിവരും നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തുടർച്ചയായ ഈ വിജയങ്ങളോടെ LDF-ന്റെ സ്ഥാനം പഞ്ചായത്തിൽ കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ പടന്നപ്പുറത്ത് ഞായറാഴ്ച രാത്രി വീശിയടിച്ച കാറ്റിലും മഴയിലും വീടിനും കൃഷിക്കും വൻ നാശനഷ്ടം. അധികൃതർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ പടന്നപ്പുറത്ത് ഞായറാഴ്ച രാത്രി 8:30ഓടെയുണ്ടായ കാറ്റിലും മഴയിലും മിന്നലിലും വീടിനും കൃഷിക്കും വൻ നാശനഷ്ടങ്ങളുണ്ടായി. VV രവി മാസ്റ്ററുടെ 6 തെങ്ങുകൾ ചുഴലിക്കാറ്റിൽ പൊട്ടിവീണു. MM ശാന്തയുടെ പറമ്പിൽ പ്ലാവ്, വാഴ, തെങ്ങ് എന്നിവയും A മാധവന്റെ സ്ഥലത്തെ നിരവധി മരങ്ങളും കടപുഴകി. തമ്പാന്റെ സ്ഥലത്തെ കവുങ്ങുകളും കടപുഴകി. PV പവിത്രന്റെ പറമ്പിൽ പുളിമരം കടപുഴകി. ഇലക്ട്രിക് കണക്ഷനും വയറിങ്ങിനും നാശനഷ്ടമുണ്ടായി. ഇന്നലെ രാത്രി ഏകദേശം 8:30 മണിക്ക് ശേഷം ഉണ്ടായ കാറ്റും മഴയും തുടർന്ന് പടന്നപ്പുറം പ്രദേശത്ത് ആകെ വലിയ കൃഷിനാശമാണ് വന്നിട്ടുള്ളത്. ഇവിടെ കൊലച്ചു നിൽക്കുന്ന നിരവധി തെങ്ങ്,
അതുപോലെ തന്നെ വാഴ, കിഴങ്ങ്, മാവ്, പ്ലാവ് ഉൾപ്പെടെയുള്ള എല്ലാ ഇതും ഇന്നലെ നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായത്. കാറ്റത്ത് എല്ലാം കടപൊഴുകി വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിന് കൃത്യമായ രീതിയിൽ കർഷകർക്ക് ആവശ്യമായ ധനസഹായം കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കണം എന്നതാണ് കർഷക സംഘം ആവശ്യപ്പെടുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, കർഷക സംഘത്തിൻ്റെ പ്രതിനിധികളും ആളുകളുമെല്ലാം ഈ കൃഷിനാശം സംഭവിച്ച എല്ലാ പ്രദേശങ്ങളും സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇവിടെ പടന്നപ്പുറം മേഖലയിൽ നെല്ല്, വാഴ, കിഴങ്ങ്, അതുപോലെ മാവ്, പ്ലാവ് തുടങ്ങി എല്ലാ മേഖലയിലും ഒരു പ്രദേശം അങ്ങനെ തന്നെ ഈ കാറ്റ് വന്ന് നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായത്. MV രജീഷിന്റെ വീടിന് മിന്നലേറ്റ് വാട്ടർ ടാങ്ക് തകർന്നു. വീടിന്റെ ഭിത്തികൾക്ക് കേടുപാടുകൾ പറ്റി. പലരുടെയും വാഴ, കവുങ്ങ് തുടങ്ങിയവ നശിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ, കൃഷി ഉദ്യോഗസ്ഥരായ ജയരാജൻ നായർ, രമേശൻ പേരൂർ, കർഷക സംഘം നേതാക്കളായ V. രമേശൻ, MV രാജീവൻ, KKV ലക്ഷ്മണൻ, KC തമ്പാൻ മാസ്റ്റർ, N. ഗംഗാധരൻ, വയക്കര ബാബു, VV രാജേഷ്, കർഷക തൊഴിലാളി നേതാക്കളായ AV രവീന്ദ്രൻ, A. മാധവൻ എന്നിവർ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ചു. കർഷകർക്കുണ്ടായ നഷ്ടത്തിന് അടിയന്തര സഹായം നൽകണമെന്ന് കർഷക സംഘം മാട ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. 9ാം വയസ്സിൽ തന്നേക്കാൾ ഉയരമുള്ള ചെണ്ടയുമായി പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് കയറി വന്ന പുള്ളിയാമ്പള്ളി ശങ്കരമാരാർ തന്റെ ആത്മീയ തൊഴിലിൽ 86 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ചെണ്ട, ഇടയ്ക്ക, തവിൽ, മൃദംഗം എന്നീ വാദ്യങ്ങളിൽ പ്രാവീണ്യമുള്ള ശങ്കരമാരാർ ഭാരതത്തിനകത്തും വിദേശ രാജ്യങ്ങളിലും തായമ്പകയുടെ വിസ്മയം തീർത്ത ഇതിഹാസമാണ്. വാദ്യകലാ രംഗത്ത് 86 വർഷത്തെ പാരമ്പര്യമുള്ള പുളിയാമ്പള്ളി ശങ്കരമാരാറാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹം ദേവസ്വം ബോർഡിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് ശങ്കരമാരാറാണ്. നമസ്കാരം. അപ്പോൾ ഈ അമ്പലത്തിൽ ഇപ്പം ഇത്രയും കാലമായി ജോലി എന്ന് പറയാൻ പറ്റൂല നമുക്ക്. അപ്പം അത്രയും കാലമായി ഈ അമ്പലത്തിൽ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ സന്തോഷം എങ്ങനെയാണ് നമ്മളോട് പറയാനുള്ളത്? പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ കാലപ്പഴക്കം പൂണ്ടൊരു താളമുണ്ട്. അത് പുളിയാമ്പള്ളി ശങ്കരമാരാർ എന്ന 95ന്റെ നിറവിലുള്ള മഹാകലാകാരന്റെ ഹൃദയതാളമാണ്. മലബാർ ദേവസ്വം ബോർഡിന്റെ തണലിൽ പ്രായം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും ഏറ്റവും മുതിർന്ന പാരമ്പര്യ ജീവനക്കാരനായി പ്രായാധിക്യത്തിന്റെ അവശതകൾക്കിടയിലും പെരുമാളിന്റെ തിരുനടയിൽ തന്റെ കർമ്മം തുടരുന്നുണ്ട് ഇദ്ദേഹം. ഭഗവാന്റെ അടുത്ത് നിന്ന് ഭഗവാൻ ഇങ്ങനെ സ്തുതി പാടുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ വരികൾ ഒട്ടും ചോരാതെ ഓർമ്മയുടെ തീവ്രതയോടെ അദ്ദേഹം നടത്തുന്ന ആലാപനം വാർദ്ധക്യത്തെ തോൽപ്പിച്ച കലയുടെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു. ഇന്നും അദ്ദേഹം കൊട്ടി നിർത്തുന്നത് കാലത്തിന്റെ താളമാണ്. ഒരു തലമുറയ്ക്ക് കലയും ഭക്തിയും കൈമാറുന്ന ജീവിക്കുന്ന പാഠപുസ്തകം കൂടിയാണ് ശങ്കരമാരാർ. അപ്പം എന്തായാലും ഇനിയുള്ള എല്ലാ ആരാധനക്കും അതുപോലെ എല്ലാ ദൈനംദിന എല്ലാ ചടങ്ങുകൾക്കും സജീവമായി പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം എന്തായാലും നമ്മുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. മാനസിക വിഭ്രാന്തിയോടെ മാതമംഗലം ഭാഗത്ത് അലഞ്ഞു തിരിയുന്ന നിലയിൽ പെരിങ്ങാം പോലീസ് കണ്ടെത്തി ഹോപ്പിലെത്തിച്ച ഹിന്ദി മാത്രം അറിയുന്ന അജ്ഞാത യുവാവിന്റെ കുടുംബത്തെ കണ്ടെത്തി തിരിച്ചയച്ചു. പെരിങ്ങാം സ്റ്റേഷനിലെത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇയാളെ നാട്ടിലേക്ക് യാത്രയാക്കിയത്. ബോംബെയിൽ അധ്യാപികയായിരുന്ന ഗിരിജാദേവിയും ഹരിദാസും മധുവും ചന്ദ്രനും ചേർന്ന യുവാവുമായി മണിക്കൂറുകളോളം സംസാരിച്ചതിൽ നിന്നും 32 വയസ്സുകാരനായ ഇദ്ദേഹത്തിന്റെ പേര്
ദുഗമുസുമദരി ആണെന്നും ആസാമിലെ സോണിക്പൂർ ജില്ലയിൽ ബഡാഷിപ്പൂർ പോസ്റ്റ് ഓഫീസ് പരിധിയിലുള്ള മൗരിജാപൂർ സ്വദേശിയാണെന്നും നാട്ടിൽ കടുകു കൃഷി ചെയ്ത് ജീവിതം നയിക്കുന്ന ആളാണെന്നും ഭാര്യയും 2 മക്കളുമുണ്ടെന്നും മനസ്സിലാക്കി. സ്ഥലം പോലീസ് സ്റ്റേഷന്റെ മൊബൈൽ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടെടുത്ത് വിവരങ്ങൾ പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ വഴി നാട്ടിൽ അറിയിക്കുകയും നാട്ടിൽ നിന്നും ഇപ്പോൾ മംഗലാപുരത്ത് ജോലി ചെയ്യുന്ന ഭാര്യ സഹോദരൻ ജുലങ്ക് സർ മച്ചാഹരി ഹോപ്പിലെത്തി ഇയാളെ ഏറ്റെടുക്കുകയുമായിരുന്നു. വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് നമ്മളിപ്പോൾ ഇവിടെ ആഘോഷിക്കുന്നത്. ഇത് ദുഗമുസുമദരി ആസാമിലെ സോനിത്പൂർ ജില്ലയിലെ മരിജാപൂർ വില്ലേജുകാരനാണ്. ഇദ്ദേഹത്തെ 17/11/2025 രാത്രി 11:40 ഏറെക്കുറെ അബോധാവസ്ഥയിൽ മാതമംഗലം ഭാഗത്ത് അടഞ്ഞിരിക്കുന്നതായി കണ്ടെത്തി പെരിങ്ങോം പോലീസ് ഞങ്ങളെ ഏൽപ്പിക്കുന്നത്. അതിനെ തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ ഇവിടെ തന്നെയുള്ള ഗിരിജാദേവി, ഹരിദാസ്, മധു, ചന്ദ്രൻ തുടങ്ങിയവരുടെ നിരന്തരമായ സംസാരത്തിലൂടെ ഇയാളുടെ സ്വദേശവും ബന്ധുക്കളെക്കുറിച്ചും മനസ്സിലാക്കി പെരിങ്ങോം പോലീസ് വഴി ഞങ്ങൾ അവിടെ അറിയിക്കുകയായിരുന്നു. സുഹൃത്ത് അമിത പത്തനക്കാരിയെ കൂട്ടി ഹോപ്പിലെത്തിയ മച്ചാഹരിയും ദുഗമുസുമദരിയെയും പെരിങ്ങോം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് യാത്രയാക്കി. വൈകുന്നേരം പെരിങ്ങോം പോലീസ് സ്റ്റേഷനിൽ നാട്ടുകാർ ഒരു ഇൻഫർമേഷൻ തന്നു. ഒരാൾ മുണ്ട് മാത്രം എടുത്തിട്ട് ഏതൊക്കെ വീട്ടിൽ കയറി ചെല്ലുന്നതിൽ ഇൻഫർമേഷൻ കിട്ടി. അത് പ്രകാരം അന്ന് ഡ്യൂട്ടിയിടാൻ ഞാൻ ആ ഭാഗത്ത് പെട്രോളുണ്ടായ അമൽ സാറിനെയും ശോഭനയെയും ഈ കാര്യം അറിയിക്കുകയും അവരുടെ സ്ഥലത്ത് പോയി അദ്ദേഹത്തിനെ വണ്ടിയിൽ കയറ്റി നാട്ടുകാരുടെ സഹായത്തോടെ നമ്മുടെ രാത്രിയിലെ പോപ്പുമായി ബന്ധപ്പെടുകയും കുടുംബത്തിന്റെ പുനഃസമാഗമത്തിന് പെരിങ്ങോം CI മഹേഷ് കണ്ടമ്പത്ത്, SI-മാരായ ജാൻസി മാത്യു, അമൽ വർഗീസ്, ASI സുധീർ കുമാർ, വിൻസെന്റ് സോബേസ്, ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹൻ, ഹോപ്പ് സെന്റർ സെക്രട്ടറി ജാക്ലിൻ മിന്ന സ്റ്റാൻലി, യുവ ഹോപ്പ് കോർഡിനേറ്റർമാരായ മുഹമ്മദ് റിയാസ്, പ്രിയ ഷേഴിലോട്, ഷനിൽ KP എന്നിവർ സാക്ഷികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് 10 പുതിയ വളണ്ടിയർമാർക്കായി ഡാഫോഡിൽസ് ഓറിയന്റേഷൻ ക്യാമ്പ് നടത്തി. പടവ് ക്രിയേറ്റീവ് തിയേറ്ററുമായി സഹകരിച്ച് നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത് നിർവഹിച്ചു. പയ്യന്നൂർ കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് 10 പുതിയ വളണ്ടിയർമാർക്കായി ഓറിയന്റേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുതിയ തലമുറയുടെ പാട്ടുകളും ദൃശ്യങ്ങളും ഉപയോഗിച്ച് നടത്തിയ സർഗാത്മക നാടക പരിശീലനം പുതുമകൾ നിറഞ്ഞതായി. വില്യം വേഡ്സ്വർത്തിന്റെ ലോകപ്രസിദ്ധ കവിതയുടെ പേരായ ഡാഫോഡിൽസ് എന്ന പേരിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. പടവ് ക്രിയേറ്റീവ് തിയേറ്ററുമായി സഹകരിച്ചു നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത് നിർവഹിച്ചു. ഡോക്ടർ പത്മനാഭൻ കാവുമ്പായി അധ്യക്ഷത വഹിച്ചു. N രഘുനാഥൻ, സുനീഷ് വടക്കുംപാടൻ, അർജുൻ മണികണ്ഠൻ, അനുജ K ജയൻ, K ഹരിഗോവിന്ദ്, S സായന്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU പയ്യന്നൂർ ഡിവിഷൻ ജനറൽ ബോഡി യോഗം പിലാത്തറ പാട്യം മന്ദിരത്തിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU പയ്യന്നൂർ ഡിവിഷൻ ജനറൽ ബോഡി യോഗം പിലാത്തറ പാട്യം മന്ദിരത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. അവനെ തളച്ച് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ മനോരമയും ഏഷ്യാനെറ്റും ഒക്കെ അരിക്കൊമ്പനെ ഫോക്കസ് ചെയ്ത് നെയ്ക്കാം ഇങ്ങനെ വെച്ച് ക്യാമറ വെച്ച് കാണിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ അരിക്കൊമ്പനെ അല്ല നാട്ടിലുള്ളവർ കണ്ടത്. ആ അരിക്കൊമ്പനെയും കൊണ്ട് കടന്നു പോകുന്ന റോഡുകൾ, അതിമനോഹരമായ റോഡുകൾ, തേയിലത്തോട്ടത്തിനകത്തുകൂടിയൊക്കെ BMBC നിലവാരത്തിൽ നല്ല വീതിയിൽ നല്ല ഭംഗിയായി പണിതിരിക്കുന്ന മലയോര പാതയാണ് ജനങ്ങൾ കണ്ടത്. അത് കാണുവാൻ വേണ്ടി നിരവധിയായ ആളുകൾ, അതിലൂടെ വാഹനം ഓടിക്കുവാൻ വേണ്ടി ആളുകൾ, ഡ്രൈവിംഗ് റേസുള്ള ആളുകൾ കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമോദ് PK റിപ്പോർട്ടിംഗ് നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ സജീവ് PK, ഷൈജു C, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശ്രീരാജ് KP, സോമി ജോസഫ്, അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് CV, ട്രഷറർ ലക്ഷ്മണൻ PV, അനിൽകുമാർ PV, അനിൽകുമാർ KV, ഡിവിഷൻ സെക്രട്ടറി സുധീർ K, വനിതാ കൺവീനർ നിഷ B തുടങ്ങിയവർ സംസാരിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് സന്തോഷ് M അധ്യക്ഷത വഹിച്ചു. KSEB അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാർ സംസ്ഥാനത്ത് തുടരേണ്ടത് അനിവാര്യമായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിച്ച്
തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ LDF മുന്നണിയെ വിജയിപ്പിക്കാൻ ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കരിവെള്ളൂർ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും അനുമോദനവും സംഘടിപ്പിച്ചു. കരിവെള്ളൂർ AV സ്മാരക ഹാളിൽ നടന്ന പരിപാടി M. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കരിവെള്ളൂർ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും അനുമോദനവും സംഘടിപ്പിച്ചു. 2024-25 വർഷത്തെ SSLC +2 LSS USS ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. കരിവെള്ളൂർ AV സ്മാരക ഹാളിൽ നടന്ന പരിപാടി M. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ യാത്രാവിഷയങ്ങൾക്ക് പെട്ടെന്നൊരു രോഗം വന്നു കഴിഞ്ഞാൽ അവരെ ആശുപത്രിയിലേക്ക് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന നിരന്തരം സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഓട്ടോതൊഴിലാളി. നിശ്ചയമായും കേരളത്തിൽ അതിനുള്ള അംഗീകാരം ഈ തൊഴിലാളികൾ ഉണ്ടെന്നൊരു വസ്തുതയാണ്. ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഓട്ടോ തൊഴിലാളികളായാലും വീട്ടു തൊഴിലാളികളായാലും. ചടങ്ങിൽ VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. UV രാമചന്ദ്രൻ, P. രമേശൻ, VV പ്രദീപൻ, PM രവീന്ദ്രൻ, P. ഭാസ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ കൺവെൻഷൻ തീരുമാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാങ്കോൽ ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഉണ്ണിരാജ് ചെറുവത്തൂർ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാങ്കോൽ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം ആഘോഷ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഉണ്ണിരാജ് ചെറുവത്തൂർ നിർവഹിച്ചു. പിന്നെ ഇന്ന് രാവിലെ വന്നതാണ്. മരക്കൂരുണ്ടായി, സാവിയാണ്ടായി, കുറച്ചു ഉണ്ടായിട്ടു ചിലവ് കണ്ടിട്ട് വരാനും വാർത്താ ചാനല് മൊത്തം ഞാൻ അത് നല്ല കാര്യമാണ് പറഞ്ഞത്. അവിടെ ഒരു പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. പ്രശ്നമൊന്നുമില്ല, എവിടെയും പ്രശ്നമില്ല. നമ്മളെല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളേക്ക് വരും. ശബരിമല എന്ന് പറയുന്നത് അത്രക്കും ദുർഘടം പിടിച്ച അല്ലെങ്കിൽ കാലവാസനാണ്. നമ്മളത് കഷ്ടപ്പെട്ട് ഓടെ സ്ഥലം. നമ്മളെ വേഗം ഇടവൊരു വണ്ണാരത്തെ ഇട്ടിട്ട് നമുക്ക് പോവാം. നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ അവിടെ പോകാൻ പറ്റൂല. സഹനം അല്ലേ, അത് വേണം. എപ്പോഴും പോകുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും എൻ്റെ അടുത്ത സൗഹൃദമാണ്. നമ്മൾ ഒരുപാട് ബന്ധം എന്താണ് അദ്ദേഹത്തിന്റെ ഫിലിമിൽ അഭിനയിച്ചാണ്. ഞാൻ വീടോടെ കണ്ട മകളാന്ന് ഞാൻ അറിയില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ഏറ്റവും ഉത്സവം എന്ന് പറയുന്നത് നമുക്ക് ആ നാടിന്റെ ഒരു വലിയ മഹോത്സവമാണ്. ഏത് ഉത്സവമായാലും അതിലെ ക്ലബ്ബ് വാർഷികമായാലും സാംസ്കാരിക പ്രവർത്തനം ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ഞാനൊരു സാംസ്കാരിക പ്രവർത്തനമാണെന്ന് കാണാൻ. ഉത്സവ ആഘോഷം എന്ന് പറയുന്നത് വലിയ സാംസ്കാരിക പ്രവർത്തനമാണ്. ആ നാട് ആഘോഷിക്കുകയാണ് കാരണം ഒരു ഉത്സവം നടക്കുന്നത്. സാമ്പത്തിക സമാഹരണത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ CK രമേശൻ മാസ്റ്റർ അധ്യക്ഷനായി. ഗായിക ദേവനന്ദ ഗിരീഷ് പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. പിലാക്ക കണ്ണൻ, KT രാജേഷ്, TK നാരായണ പൊതുവാൾ, രേണുക, KP മോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 62 വർഷത്തിന് ശേഷം പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി 501 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. സദനം നാരായണ പൊതുവാൾ ഉദ്ഘാടനം നിർവഹിച്ചു. 62 വർഷങ്ങൾക്കു ശേഷം പയ്യന്നൂർ കൊക്കാനിശ്ശേരി മഠത്തുംപടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി 501 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. സദനം നാരായണ പൊതുവാൾ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. സമഗ്രമായി സുമുഹൂർത്തത്തിൽ നടത്തണം എന്നുള്ള അഭിലാഷത്തോടു കൂടിയാണ് ഇവിടെ ഈ കൂടിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നേരത്തെ പറയപ്പെട്ടു, ഇത്തരം ഒരു കളിയാട്ടത്തിന് നിദർശനം എന്നോ നിർദ്ദേശം എന്നോ പറയാവുന്നതിൻ്റെ ഒരു ഉത്തരവാദി ഞാനായിരുന്നു എന്നുള്ളതാണ്. അതൊരു ഉത്തരവാദിത്തമല്ല, അത് മറിച്ച് ഞാൻ അടങ്ങുന്ന ദൈവത്തിൻ്റെ ഒരു ബാധ്യതയാണ്. ഏതൊരു ദേവാലയത്തിനും അതിൻ്റെ പൂർവപരമായ പല ചരിത്രങ്ങളുമുണ്ട്. ആ ചരിത്രങ്ങളൊക്കെ തന്നെ കാലികമായിട്ട് കാലാന്തരത്തിൽ പലതും നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അമ്പിളിയില്ലത്ത് ശങ്കരവാദ്യൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. ചലച്ചിത്ര സംവിധായകനും ഭാരത് ഭവൻ സെക്രട്ടറിയുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് TP സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. AV ഗോവിന്ദനടിയോടി, ഡോക്ടർ VC രവീന്ദ്രൻ, PT പ്രതീഷ്, AV ശശികുമാർ, പോത്തേര് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
രക്ഷാധികാരികൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MK രാഘവൻ MP, TA മധുസൂദനൻ MLA, ആഘോഷ കമ്മിറ്റി ചെയർമാൻ സദനം നാരായണ പൊതുവാൾ, വർക്കിംഗ് ചെയർമാൻ TP സുനിൽകുമാർ, ജനറൽ കൺവീനർ AV ശശികുമാർ, ജോയിന്റ് കൺവീനർ PT പ്രതീഷ്, കൺവീനർമാർ MK ശ്യാംലാൽ, ഷൈജു CT, ഗിരീഷ് കുന്നുമ്മൽ, ട്രഷറർ NV അരവിന്ദൻ എന്നിവരെ തെരഞ്ഞെടുത്തു. വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോറോം പെരുന്തണ്ണിയൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മണ്ഡല മാസാചരണവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ട്രസ്റ്റി ബോർഡ് രജത ജൂബിലി ആഘോഷവും ഡിസംബർ 26 വരെ നടക്കും. വിവിധ ദിവസങ്ങളിലായി ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികൾ നടക്കും. കോറോം പെരുന്തണ്ണിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മണ്ഡല മാസാചരണവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ട്രസ്റ്റി ബോർഡ് ജൂബിലി ആഘോഷവും ഡിസംബർ 26 വരെ നടക്കും. ബ്രഹ്മശ്രീ സംഭാണ്ട പരിഗമന ശങ്കരൻ നമ്പൂതിരി, VM ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ബ്രഹ്മശ്രീ കിഴക്കില്ലം കൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ യജ്ഞകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നടുവത്ത് പുടയൂർ വാസുദേവൻ നമ്പൂതിരി, മേൽശാന്തി ബ്രഹ്മശ്രീ കിഴക്കില്ലം രമേശൻ നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിൽ ശ്രീമദ് ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കും. വിവിധ ദിവസങ്ങളിലായി ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നവംബർ 29 ശനിയാഴ്ച ഉദയാസ്തമന അടിയന്തരം നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. UDF പയ്യന്നൂർ മുനിസിപ്പൽ കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു. AICC പ്രവർത്തക സമിതി അംഗം K. സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്ത് കലകളെയും കലാരംഗത്തുള്ളവരെയും പ്രോത്സാഹിപ്പിക്കാൻ ഇത്ര വലിയ ആൾക്കൂട്ടം ആദ്യമായാണ് കാണുന്നതെന്ന് സിനിമാ താരം ഉർവശി അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ മാണിയാട്ട് കോറസ് കലാസമിതി ഏർപ്പെടുത്തിയ സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു ഉർവശി. കണ്ണപുരം പഞ്ചായത്തിൽ LDFന് ശക്തമായ മുന്നേറ്റം. എതിർ സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയതിനെ തുടർന്ന് കണ്ണപുരത്ത് 2 LDF സ്ഥാനാർത്ഥികൾ കൂടി എതിരില്ലാതെ വിജയിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ പടന്നാപ്പുറത്ത് ഞായറാഴ്ച രാത്രി വീശിയടിച്ച കാറ്റിലും മഴയിലും വീടിനും കൃഷിക്കും വൻ നാശനഷ്ടം. അധികൃതർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.